നമസ്കാരം. നിറപറ ഓണം പായസമേളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണം ഇങ്ങെത്താറായി, ഇനി അധിക ദിവസങ്ങളില്ല. ഈ അവസരത്തിൽ ഫ്ലവേഴ്സ് ചാനൽ നിങ്ങൾക്കായി വളരെ സ്വാദേറിയൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. അതാണ് നിറപറ ഓണം പായസമേള. പ്രായവ്യത്യാസമില്ലാതെ ഒരുപാട് സ്ത്രീകൾ അവരുടെ ബയോഡാറ്റാസ് വിത്ത് റെസിപ്പീസ് നമുക്ക് അയച്ചു തന്നിരുന്നു. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 4 സുഹൃത്തുക്കൾ ഇന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം ദം ഓൾ. ആദ്യമായിട്ട് ഇറ്റ്സ് മൈ പ്ലഷർ ടു വെൽക്കം മിസ് റാണി ജോസ് ഫ്രം മാവേലിക്കര. എന്ത് ചെയ്യുന്നു റാണി? ഞാൻ ബിഫാം കഴിഞ്ഞു, കാർഡിയോളജി ഫിസിഷ്യൻ അസിസ്റ്റന്റ് കോഴ്സ് കഴിഞ്ഞു. ഓക്കെ, സോ ഓൾ സെറ്റ്. ഓക്കെ, എന്ത് പായസം ഉണ്ടാക്കാൻ പോണേ? ഞാൻ അരി പഴം പായസം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായിട്ട് ഞാൻ വെൽക്കം ചെയ്യുന്നു ശ്രീമതി രാജി കൃഷ്ണകുമാർ ഫ്രം ദി ക്വീൻ ഓഫ് അറേബ്യൻ സീ. സ്വാഗതം ചേച്ചി. കൊച്ചിയിൽ എവിടെയാണ്? പ്രോപ്പർ എറണാകുളം കൊച്ചിയിൽ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. എന്ത് ചെയ്യണം? ഞാൻ അഡ്വർടൈസിംഗ് ഏജൻസിയിൽ വർക്ക് ചെയ്യുവാണ്. അതെയോ? ഓ, വെരി ഗുഡ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായി വരുന്നത് ശ്രീമതി രാധാമണി. രാധാമണി ചേച്ചിയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എവിടെന്നാ വരുന്നത്? അരൂരടുത്ത്. ആയിനോ. എന്തായിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത്? നുറുക്കു അതുമ്പോ പായസം. ഓ, എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായി വീണ്ടും നമ്മുടെ സ്വന്തം കൊച്ചിയിൽ നിന്നും വരുന്നു സപ്ന ഹമീദ്. എന്ത് ചെയ്യണു സപ്ന? ടീച്ചറാണ്, ബട്ട് സ്റ്റിൽ നോട്ട് വർക്കിംഗ്. ഓ, മോനുണ്ട്, 1.5 വയസ്സുള്ളൂ. സോ സ്വീറ്റ്. എന്തായിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ക്യാരറ്റ് ഡ്രൈ ഫ്രൂട്ട് പായസം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ 4 കണ്ടസ്റ്റൻസും ദേ ആർ റെഡി വിത്ത് ദിയർ റെസിപ്പീസ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ? അവിടെ നിന്ന് തുടങ്ങാം. റാണി, മാവേലിക്കരയിൽ നിന്ന് അല്ലേ? ഏത് പായസമാണ് ഉണ്ടാക്കാൻ പോണേ? പച്ചരി പഴം പച്ചരി പാൽ പായസം. ആൻഡ് ഇൻഗ്രീഡിയൻസ്? ഉണക്ക പച്ചരി, പഞ്ചസാര, ഞാലിപ്പൂവൻ പഴം, മുന്തിരി, ചൗരി വേവിച്ചത്, പാല്, കണ്ടൻസ് മിൽക്ക്, നെയ്യ്, കശുവണ്ടി, ഏലക്കാപ്പൊടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. നമുക്ക് അടുത്ത പാർട്ടിസിപ്പൻറ്റിലേക്ക് പോവാം. രാധാമണി ചേച്ചി, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? നുറുക്കു അതുമ്പ് വേവിച്ചതാണിത്, ശർക്കര പാനിയാക്കിയത്, തേങ്ങാപ്പാൽ, ഏത്തപ്പഴം, ഉണക്ക തേങ്ങ, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, നെയ്യ്, ഇത് എള്ള് വറുത്തത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സപ്ന, ഏതാണ് ഉണ്ടാക്കാൻ പോണേ? ക്യാരറ്റ് ഡ്രൈ ഫ്രൂട്ട് പായസം. ക്യാരറ്റ് ഡ്രൈ ഫ്രൂട്ട്. അപ്പോൾ നാച്ചുറലി ക്യാരറ്റ് ആദ്യമേ തന്നെ വേണം. ക്യാരറ്റ് വേവിച്ച് തൊലി കളഞ്ഞത്, തേങ്ങാക്കൊത്ത്, ഡേറ്റ്സ്, പഴം, ഞാലിപ്പൂവൻ പഴം മിക്സിയിലടിച്ചത്, നെയ്യ്, പഞ്ചസാര, അരിപ്പൊടി പത്തിരിക്ക് കുഴക്കും പോലെ വാട്ടുക. അതിലോട്ടായി നട്ട്സും ഡേറ്റ്സും മിക്സിയിലടിച്ച് കുഴച്ചെടുത്ത് മിക്സ് ചെയ്ത് ഉണ്ട പിടിക്കുക. ഈ ഷേപ്പിലാക്കി എടുക്കുക. പിന്നെ ശർക്കര ഉരുക്കി അരിച്ചെടുത്തത്, ചുക്ക് ജീരകം അടിച്ചെടുത്തത്, നട്ട്സ്, കിസ്മിസ്, മിൽക്ക് മെയ്ഡ്, ഏലക്ക പൊടിച്ചത്, നട്ട്സ് പൊടിച്ചത്, പിന്നെ തേങ്ങാപ്പാൽ. കുറച്ച് ടഫ് റെസിപ്പി ആണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രാജു ചേച്ചി, ഏതാണ്? അവൽ ഡേറ്റ്സ്. അവൽ ഡേറ്റ്സ്. ഓക്കെ, വേണ്ടത് അവൽ, നെയ്യ്, മിൽക്ക് മെയ്ഡ്, ഡേറ്റ്സ്, പിന്നെ ഏലക്ക പൊടിച്ചത്, ചൗരി, ഉണക്കമുന്തിരി, പഞ്ചസാര, കാഷ്യൂനട്ട്. ഓക്കെ, എനിക്ക് നല്ല വിവരമാണ്. പാലും വേണം. ഓക്കെ, നിറപറ ഓണം പായസമേളയുടെ മത്സരം ഏതാണ്ട് തുടങ്ങാറായിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏതാണ്ട് നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ അല്ലേ? അപ്പോൾ നമുക്കിനി അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്ന് കണ്ടറിയാം. ഇവിടെ നെയ്യ് ഒഴിച്ചപ്പോൾ തന്നെ സ്മെല്ല് വന്നു തുടങ്ങി, നല്ല മണം. ഇവിടെ ആദ്യം പാലാണോ? അതെ. ഇതിന് അളവുണ്ടോ? പാല് ഇത്രയും? 1 ലിറ്റർ പാൽ. 1 ലിറ്റർ പാല്. എല്ലാ പായസത്തിനും കോമൺ ആയിട്ടുള്ള കാര്യം ഇത്. നട്ട്സ്, തേങ്ങാക്കൊത്ത്, കിസ്മിസ് വറുത്ത് കോരുക എന്നുള്ളത്. ഇവിടെ എന്താണ് സംഭവം? പാലിട്ടു, ഈന്തപ്പഴം ഇട്ടു. ഈന്തപ്പഴം ഇട്ടു. എന്നിട്ട് ഇളവത്തിന് ചൂടായി കഴിയുമ്പോൾ ഓക്കെ മറ്റേ ഉണക്കമുന്തിരി ഇടും.
അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് കഴിഞ്ഞ് ഇത്രയും നല്ല ചുമപ്പാവണം അല്ലേ? ഒരു ബ്രൗൺ കളർ വരും. നെക്സ്റ്റ് നട്ട്സ് ഇടുന്നത്. നട്ട്സ്. നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി അവിടെ സെയിം പ്രോസസ്സ് കഴിഞ്ഞു. ഇപ്പം എന്തൊക്കെ കഴിഞ്ഞു ചേച്ചി? ആദ്യം നെയ്യ് ഒഴിച്ചു. അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി ഒരു ബ്രൗൺ കളറായിട്ടത്തേക്ക് എടുത്തു. മുന്തിരി വറുത്ത് ബ്രൗൺ കളറായി തേങ്ങ വറുത്ത് അത്രയായി. വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ്. ഇതിനി എന്താണ്? ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി പാലൊഴിക്കാം. തേങ്ങാപ്പാൽ, ശർക്കര ഒഴിച്ച് ശർക്കര ഒഴിച്ച് ഇത് നന്നായിട്ട് മുറുകണം. എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ്? പാല് തിളച്ചു. ആദ്യം നമ്മൾ പാലൊഴിച്ചായിരുന്നു. പാലൊഴിച്ചു. പാൽ ഒരു തിള വരുമ്പം അതിലേക്ക് വേവിച്ച് വെച്ച തവിടുള്ള പച്ചരി ഉണ്ട്. തവിടുള്ള പച്ചരിയാണ് ആദ്യം ഇടേണ്ടത്. പാലൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് വേവിച്ച് വെച്ച തവിടുള്ള പച്ചരി. വേവിച്ച് വെച്ച തവിടുള്ള പച്ചരി. നമ്മൾ ആദ്യം എല്ലാം ഈന്തപ്പഴവും നട്ട്സും ഒക്കെ വറുത്തു അല്ലേ? അതെല്ലാം മാറ്റി വെച്ചു വറുത്തോടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ. ഈന്തപ്പഴം ഇട്ട് കഴിഞ്ഞപ്പോൾ പാലിനൊരു റെഡിഷ് കളർ വന്നു കഴിയുമ്പോൾ അവല് ചേർക്കും. അവല് ചേർത്ത് കഴിഞ്ഞിട്ട് ഉണക്കമുന്തിരി ഇട്ടു. എന്തായി? ക്യാരറ്റ് ഇടാം. ഓക്കെ. രണ്ടാം പാല് വേവിക്കാൻ. നമ്മൾ 5 സെക്ഷൻസ് ആണ് ഉള്ളത്. ആദ്യം ക്യാരറ്റ് നമ്മൾ വേവിച്ച് 3 വിസിൽ കുക്കറിൽ. ക്യാരറ്റ് കുക്കറിൽ വേവിക്കുക 3 വിസിൽ. അതിന് ശേഷം അത് തൊലി കളയുക, മിക്സിയിൽ അടിക്കുക. ഒരു സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ചെയ്യാനുള്ളത് ശർക്കര ഉരുക്കി അരിച്ചെടുക്കുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും. നമ്മൾ ആദ്യം ചെയ്യുന്നത് 2-ാം പാലിലാണ് ക്യാരറ്റ് വേവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇൻഗ്രീഡിയൻസ് കുറച്ച് ഓർമ്മിച്ച് വെക്കാൻ പ്രേക്ഷകർക്ക് കുറച്ച് ടഫാണ് തോന്നുന്നു. മറ്റേ ഇത് അരിപ്പൊടി പത്തിരിക്ക് കുഴക്കും പോലെ വാട്ടിയെടുത്തതിന് ശേഷം നട്ട്സ്, നമ്മുടെ ഹെൽത്തി ആയ ഡേറ്റ്സ് ഇത് മിക്സിയിൽ അടിച്ച് അതിലോട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് പിടിയാക്കി എടുക്കണം. ഇതുപോലെ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? നെയ്യ് ഒഴിച്ചു, നട്ട്സ് ഒക്കെ വയറ്റി മാറ്റി വെച്ചു. തേങ്ങാക്കൊത്ത്, നട്ട്സ്, കിസ്മിസ് മുതലായവ. ഡേറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? അതെ, ഡേറ്റ്സ് നമ്മൾ ഇതിലോട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ശരി. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ്സ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി ഡേറ്റ്സിന്റെ ആവശ്യമില്ല? ഇല്ല. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ശർക്കര പാനീയം ഒഴിക്കുന്നത് വരെ ആദ്യം ഗോതമ്പിട്ട് അത് വെന്ത് കഴിഞ്ഞപ്പോൾ വെന്തതായിരുന്നു എങ്കിലും ഒന്നുകൂടി വെന്തില്ലേ. പിന്നെ പഴം ഇട്ടു അല്ലേ? ശർക്കര ഇട്ടു. അതൊന്ന് മുറുകിയ ഒന്നും ഇതായില്ലേ, മൂപ്പായി വന്നപ്പോഴാണ് പഴം ഇട്ടത്. അപ്പോൾ ഇത് ഒന്നുകൂടി ശർക്കര പാനീയം ഇട്ടിട്ട് ഒന്ന് മൂത്തതിന് ശേഷം പഴം ഇടാം. അരി വെന്ത് തുടങ്ങി. നമ്മൾ പകുതി വേവേ എടുത്തുള്ളായിരുന്നു കുക്കറിൽ വെച്ച്. ബാക്കി ഈ പാലിനകത്ത് കിടന്ന് വേകണം. വെന്ത് തുടങ്ങിയപ്പം ഇതിനൊക്കെ വേവിച്ച് വെച്ച ചവ്വരി 2 സ്പൂൺ. ഒരുപാട് ഇട്ടാൽ ചവ്വരി ഇട്ടാൽ കൊഴുത്തു പോവും. പാലൊഴിച്ചു. പാല് ഒരു നേരം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഡേറ്റ്സ് നമ്മൾ കുരു കളഞ്ഞ് വെച്ചത് അതിനകത്തേക്ക് ഇടുകയാണ്. അതിട്ട് കഴിയുമ്പോൾ ആ പാലിനൊരു റെഡിഷ് കളർ വരും. അത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഉണക്കമുന്തിരി ഇട്ടു, അവലും ഇട്ടു. അതൊന്ന് ഇളക്കി ഒരു ഇതുപോലാവുമ്പോൾ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അതിങ്ങനെ അങ്ങ് ഒന്ന് ഒരുവിധം അങ്ങനെ ആയി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് മിൽക്ക് മെയ്ഡ് ഇട്ടു. കണ്ടൻസ്ഡ് മിൽക്ക്. അത് എത്രത്തോളം ഇടണം? ഒരു ബോട്ടിലിന്റെ ഹാഫ്. പക്ഷേ ഇതിനിപ്പം മധുരം വേണ്ടെങ്കിൽ നമ്മൾ അത്ര ഇടണ്ട, കുറച്ച് ഇട്ടാൽ മതി. അത് കുറച്ച് ഇടുകയായിരിക്കും ഹെൽത്തിന് നല്ലത്. പിന്നെ ചവ്വരി ഇട്ടു. ഓക്കെ. അതെല്ലാം ഇപ്പോൾ ഒരുവിധം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കാടമ പൗഡർ. ഇത് കാടമും ഷുഗറും കൂടി ഒരുമിച്ച് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. കാടമും ഷുഗറും കൂടെ, അതായത് എന്നാലും മറ്റേ ഏലക്കയുടെ തൊണ്ട്
പോവാണ്ട് പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞു കിട്ടും, ഇത്തിരി പഞ്ചസാര കൂടി ഇട്ട് പൊടിക്കുമ്പോൾ. ഓക്കെ ഓക്കെ. അപ്പോൾ അതും കൂടി ഇട്ടത് അതൊരു ടിപ്പാണ് കേട്ടോ. കാരണം എൻ്റെ അമ്മയൊക്കെ കഷ്ടപ്പെടുന്ന ഞാൻ കാണാറുണ്ട്. ഏലക്ക പൊടിക്കാൻ വേണ്ടിയിട്ട് പൊടിയില്ല, പക്ഷെ പഞ്ചസാര അതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിക്കാൻ പറ്റും. ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചാൽ ഒരു തരി പോലും ഇല്ലാണ്ട് നമുക്കത് ഇതേപോലെ ഇങ്ങനെ നൈസ് പൗഡറായിട്ട് പൊടിച്ച് കിട്ടും. ഇതിവിടെ ഒരാളുടെ കഴിഞ്ഞു കേട്ടോ. ടെൻഷൻ ആക്കല്ല, എല്ലാവരും ടേക്ക് യുവർ ഓൺ ടൈം. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ ശർക്കര അതിനെ ഒഴിച്ചു ഇളക്കിക്കൊണ്ടിരിക്കുക. പായസത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എപ്പോഴും കൈ മാറാതെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതെന്താ ഇപ്പൊ ചെയ്ത? തേങ്ങാപ്പാൽ ഒഴിച്ചു. തേങ്ങാപ്പാൽ ഒഴിച്ചു. പിടി ഇട്ടായിരുന്നു, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ പിടി. ഇട്ടായിരുന്നല്ലേ? ഡേറ്റ്സും നട്ട്സും മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ പിടിയിൽ ഇട്ടു. അതിനുശേഷം ഞാലിപ്പൂവൻ പഴം മിക്സിയിലടിച്ചത് മിക്സ് ചെയ്തു. നമ്മൾ നട്ട്സ് പൊടിച്ചിരിക്കുന്നത്. നട്ട്സ് എന്തൊക്കെയാണ് വേണ്ടത്? കശുവണ്ടി മാത്രം ചൂടാക്കി മിക്സിയിൽ പൊടിക്കുക. ചൂടാക്കി മിക്സിയിൽ പൊടിക്കണം. ഇത് ഞാലിപ്പൂവൻ പഴം നെയ്യിൽ വഴറ്റിയെടുക്കണം. നെയ്യിൽ വഴിച്ച് ഒരിക്കലും പഞ്ചസാരയും കൂടി ചേർത്ത്. ഫ്രൈങ് പാൻ ഒക്കെ അല്ലേ? ഇത് നമ്മൾ ആദ്യം വറുത്ത് വെച്ചത്. ആ എള്ള് വറുത്തതും ഇട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത്. എല്ലാം ആയി. ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉള്ള പായസം എന്തായി? അത് ഏകദേശം റെഡി ആവാറായി. വാ, ഇനി ഒന്നാം പാൽ ഒഴിക്കാം. അല്ലേ? ഇപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്? ഏലക്കാപ്പൊടി ഇട്ടു, ചുക്ക് ജീരകം പൊടിച്ചു വെച്ചത്, സ്വല്പം, പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം കുറുകൽ വരുമ്പോൾ ഒന്നാം പാൽ ഒഴിക്കുക. രണ്ടാം പാൽ ഒഴിച്ചോ? രണ്ടാം പാലിലാണ് നമ്മൾ ക്യാരറ്റ് വേവിച്ചത്. ആദ്യം മുതൽ രണ്ടാം പാലിലായിരുന്നു. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം ഇവിടെ 4 വെറൈറ്റി പായസങ്ങൾ റെഡി ആയി കഴിഞ്ഞു. സോ ഇറ്റ്സ് മൈ ടൈം ടു ടേസ്റ്റ് ദി ഡിഷസ്. കം ഓൺ. രാജി ചേച്ചി ഉണ്ടാക്കിയത് അവൽ ഡേറ്റ്സ് പായസം. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കൊടുകൈ. താങ്ക് യു. സൂപ്പർ. ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നൊരു പായസം. ഐ എം ഷുവർ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. അവൽ ഡേറ്റ്സ് പായസം. ആവശ്യമുള്ള സാധനങ്ങൾ: അവൽ 200 ഗ്രാം, പാല് 2 ലിറ്റർ, പഞ്ചസാര 300 ഗ്രാം, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, നെയ്യ് 50 ഗ്രാം, കണ്ടൻസ് മിൽക്ക് 250 ഗ്രാം, കശുവണ്ടി 25 ഗ്രാം, ഈന്തപ്പഴം 50 ഗ്രാം, കിസ്മിസ് 25 ഗ്രാം. തയ്യാറാക്കുന്ന വിധം: പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ അവൽ വറക്കുക. ക്രിസ്പാകുമ്പോൾ പാത്രത്തിൽ നിന്നും മാറ്റുക. പാത്രത്തിൽ പാൽ ഒഴിച്ച് ചൂടാകുമ്പോൾ ഈന്തപ്പഴം, കിസ്മിസ് ഇവ ചേർക്കുക. തിളച്ചു വരുമ്പോൾ അവൽ ചേർക്കുക. നന്നായി ഇളക്കുക. പഞ്ചസാര ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. 5 മിനിറ്റിന് ശേഷം കണ്ടൻസ് മിൽക്ക് ചേർക്കുക. ഏലക്കാപ്പൊടിയും ചേർത്ത് നെയ്യൊഴിച്ച് കശുവണ്ടി വറുത്തിട്ട് ഇറക്കാം. സ്വപ്ന ഉണ്ടാക്കിയത് ക്യാരറ്റ് ഡ്രൈ ഫ്രൂട്ട് പായസം. നമുക്ക് ടേസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന്. വാവ്, എല്ലാം ഒന്നിനൊന്നും വെച്ചാണ്. വെരി ടേസ്റ്റി. എൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് എന്താ വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. കാരണം ക്യാരറ്റും ഡ്രൈ ഫ്രൂട്ട്സും വെച്ചാണ് ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. ക്യാരറ്റ് ഡ്രൈ ഫ്രൂട്ട് പായസം. ആവശ്യമുള്ള സാധനങ്ങൾ: ക്യാരറ്റ് വേവിച്ചുടച്ചത് 7 എണ്ണം, ശർക്കര ലായനി 1/2 കപ്പ്, തേങ്ങയുടെ 1-ാം പാൽ 1 കപ്പ്, തേങ്ങയുടെ 2-ാം പാൽ 1/2 കപ്പ്, ഞാലിപ്പൂവൻ പഴം അടിച്ചത് 3 എണ്ണം, കശുവണ്ടി, കിസ്മിസ്, തേങ്ങാക്കൊത്ത് ആവശ്യത്തിന്, ചുക്ക് നല്ല ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ,
ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ. പാചകം ചെയ്യുന്ന വിധം: നെയ്യിൽ കശുവണ്ടി, കിസ്മിസ്, തേങ്ങാക്കൊത്ത് വറുത്ത് കോരി വെച്ചതിനെ തുടർന്ന് വേവിച്ച് ഉടച്ച ക്യാരറ്റ് 2-ാം പാലിൽ 5 മിനിറ്റ് ഇളക്കുക. ഇതിലേക്ക് ശർക്കര ലായനി ചേർക്കുക. ശേഷം അരിപ്പിടികളും പൊടിച്ച കശുവണ്ടിയും അടിച്ച പഴവും ചേർക്കുക. ഇതിലേക്ക് പൊടിച്ച ചുക്ക്, ജീരകം, ഏലക്ക എന്നിവ ഇടുക. 1-ാം പാലൊഴിച്ച് തിളയ്ക്കും മുമ്പ് ഓഫ് ചെയ്യുക. ക്യാരറ്റ് ഡ്രൈ ഫ്രൂട്ട് പായസം റെഡി. അങ്ങനെ രാധാമണി ചേച്ചിയുടെ പായസം കഴിക്കാൻ ഞാനിങ്ങനെ ഈഗർലി വെയിറ്റിംഗ്. ഗോതമ്പ് നുറുക്കും കൊണ്ടുണ്ടാക്കിയ പായസം. വാവ്. എൻ്റെ ഒരു പ്രത്യേകത, എല്ലാം നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പാലും കൊണ്ടാണ്. ഇത് ശർക്കരയും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വളരെ സ്വാദിഷ്ടമായൊരു പായസം. പൊതുവേ എനിക്ക് ശർക്കര പായസം കുറച്ച് ഒരു പാൽ പായസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് എൻ്റെ അഭിപ്രായമൊക്കെ തിരുത്തിക്കളഞ്ഞു. വെരി നൈസ്. നുറുക്ക് ഗോതമ്പ് പായസം. ആവശ്യമുള്ള സാധനങ്ങൾ: ശർക്കര 400 ഗ്രാം, നുറുക്ക് ഗോതമ്പ് 400 ഗ്രാം, ഏത്തപ്പഴം 1 എണ്ണം, തേങ്ങാപ്പാൽ 2 ബൗൾ, എള്ള് വറുത്തത് ആവശ്യത്തിന്, കിസ്മിസ് അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, ചെറുതായി അരിഞ്ഞ ഉണക്കത്തേങ്ങ ആവശ്യത്തിന്, ഏലക്ക, ചുക്ക്, ജീരകം പൊടിച്ചത് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ആദ്യം നെയ്യിൽ കിസ്മിസ്, അണ്ടിപ്പരിപ്പ് എന്നിവ വറുത്തെടുക്കുക. വേവിച്ച് നുറുക്ക് ഗോതമ്പിൽ ശർക്കരയിട്ട് പുരട്ടിയ ശേഷം അതിലേക്ക് പഴമിടുക. ഇതിലേക്ക് 2-ാം പാലൊഴിച്ച് നന്നായി കുറുകുമ്പോൾ വറുത്തു വെച്ച ഏലക്ക, കിസ്മിസ് എന്നിവ ഇടുക. ഒടുവിലായി 1-ാം പാലൊഴിക്കുക. നുറുക്ക് ഗോതമ്പ് പായസം റെഡി. റാണി ഡിയർ, എന്തായി? കഴിഞ്ഞു. ഓക്കെ. വെരി നൈസ്, വെരി നൈസ്, വെരി ടേസ്റ്റി. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ നല്ലോണം വന്നിട്ടുണ്ട്. വെരി നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പഴം പച്ചരി പാൽ പായസം. ആവശ്യമുള്ള സാധനങ്ങൾ: തവിട് പച്ചരി 175 ഗ്രാം, പാൽ 1 ലിറ്റർ, ഞാലിപ്പൂവൻ പഴം നന്നായി പഴുത്തത് 3 എണ്ണം, ചൗവരി 4 സ്പൂൺ വേവിച്ചത്, നെയ്യ് 150 ഗ്രാം, കണ്ടൻസ്ഡ് മിൽക്ക് 1 കപ്പ്, പഞ്ചസാര 250 ഗ്രാം, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, കശുവണ്ടി 50 ഗ്രാം, കിസ്മിസ് 50 ഗ്രാം. പാചകം ചെയ്യുന്ന വിധം: പാൽ അടുപ്പിൽ വെച്ച് നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് തവിട് പച്ചരിയിട്ട് നന്നായി വഴറ്റുക. തവിട് നിറമാകുമ്പോൾ വാങ്ങുക. പിന്നീട് കുക്കറിൽ അരിയും 3 ഇരട്ടി വെള്ളവും ഒഴിച്ച് വേവിക്കുക. ഒറ്റ വിസിലാകുമ്പോൾ തീ ഓഫാക്കി മാറ്റിവെക്കുക. ഉരുളി അടുപ്പിൽ വെച്ച് 1/2 ലിറ്റർ പാൽ തിളപ്പിക്കുക. ഒന്ന് തിളയ്ക്കുമ്പോൾ വേവിച്ച് അരി കുറേശ്ശെ ഇട്ട് നന്നായി ഇളക്കുക. ഒന്ന് തിളയ്ക്കുമ്പോൾ വേവിച്ച ചൗവരി കുറേശ്ശെ ഇടുക. ബാക്കി പാൽ കുറേശ്ശെ ഒഴിച്ച് ഇളക്കുക. അല്പം കുറുകുമ്പോൾ വാങ്ങി മാറ്റുക. ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ച് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ചെറുതായി നുറുക്കിയ പഴമിട്ട് പച്ചമണം മാറുന്നതുവരെ വഴറ്റുക. അത് മാറിയ ശേഷം അല്പം നെയ്യ് ഒഴിച്ച് കശുവണ്ടി, കിസ്മിസ് എന്നിവ വഴറ്റി മൂപ്പിക്കുക. വീണ്ടും ഉരുളി അടുപ്പിൽ വെച്ച് പാതി കുറുകിയ പായസത്തിലേക്ക് പഴമിട്ട് യോജിപ്പിക്കുക. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. പിന്നീട് പഞ്ചസാര മധുരത്തിന് വേണ്ടത് ചേർക്കുക. ഇതിലേക്ക് വറുത്തു വെച്ച കശുവണ്ടി, കിസ്മിസ്, ഏലക്കാപ്പൊടി ചേർത്ത് വാങ്ങുക. പഴം പച്ചരി പായസം റെഡി. സോ ഞാൻ എൻ്റെ 4 പായസങ്ങളും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിറപറ ഓണം പായസമേളയിൽ ഇനിയൊരു ചെറിയ ബ്രേക്കാണ്. പക്ഷെ നിങ്ങളാരും പോരുത്, കാരണം അതിനുശേഷമാണ് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു നിറപറ ഓണം പായസമേള. ഞാനും ഇവിടെയുള്ള എല്ലാവരും ഈ 4 ഡിഷസും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണെന്നറിയാം വിന്നറിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കും വിന്നറിനെ തിരഞ്ഞെടുക്കാവുന്നതാണ്. എങ്ങനെയാണെന്നല്ലേ? ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ 4 ഡിഷസും നിങ്ങൾ ഓരോ ദിവസങ്ങളിലായിട്ട് വീട്ടിലുണ്ടാക്കി നോക്കുക. നിങ്ങൾക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പായസത്തിൻ്റെ പേരും ആളുടെ പേരുമായിട്ട് ഞങ്ങൾക്ക് SMS അയക്കാം. SMS അയക്കേണ്ട നമ്പർ 8111991234. or you can email us to payasamela@flowerstv.in. സോ എല്ലാവരും കാത്തിരിക്കുന്ന സമയം ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ വിജയികളെ പ്രഖ്യാപിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ 4 സുഹൃത്തുക്കളെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. നാല് വെറൈറ്റി പായസങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. സോ ഐ എം വെരി ഹാപ്പി ബിക്കോസ് 4 ഭയങ്കര ടേസ്റ്റിയാണ്.
എന്താണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഉണ്ടാക്കുന്നതിൽ കോൺഫിഡൻസ് ആണ്. ഇനി ബാക്കി രുചിച്ച് നോക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം. ആരെങ്കിലും എന്നെ പരീക്ഷണ വസ്തു ആക്കിയിട്ടുണ്ടോ? അതായത് ആദ്യമായിട്ട് ഇവിടെ ആരെങ്കിലും ട്രൈ ചെയ്തോ? ഇല്ല, എല്ലാവരും വീട്ടിലൊരിക്കൽ ട്രൈ ചെയ്തതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഫൈനൽ വേർഡിക്റ്റിലേക്ക് പോവാം. ഇന്ന് വിന്നറായിരിക്കുന്നത് വളരെ ടേസ്റ്റിയും വളരെ റീസണബിൾ ആൻഡ് എന്താ പറയുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കിയ നമ്മുടെ അവിൽ പായസം ഉണ്ടാക്കിയ രാജു ചേച്ചിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. പക്ഷെ ക്യാരറ്റ് പായസവും നിങ്ങളുടെയൊക്കെ തീരെ പിന്നിലല്ല, വളരെ ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വിന്നറിനെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. സോ രാജു ചേച്ചിക്ക് നിറവറയുടെ വക ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഹാമ്പറുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ എല്ലാവർക്കും ഫ്ലവേഴ്സ് ടിവിയുടെ വക ഗിഫ്റ്റ് ഹാമ്പേഴ്സ്. കൺഗ്രാറ്റുലേഷൻസ്. ഇതുപോലെ നല്ലൊരു ഓണപ്പായസം ഉണ്ടാക്കി സമ്മാനം വാങ്ങാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ റെസിപ്പി അടക്കം നിങ്ങളുടെ ബയോഡാറ്റയും നിങ്ങളുടെ ഫോട്ടോയും ഞങ്ങൾക്ക് ഇമെയിൽ ചെയ്യുക. ഇമെയിൽ ചെയ്യേണ്ട അഡ്രസ് payasamela@flowers.tv.in. ഇന്നത്തെ നിറപറ ഓണം പായസമേള ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും 4 സുന്ദരികളുമായി ഞാൻ വരുന്നത് വരെ ദിസ് സംഗീത സൈനിങ് ഓഫ്.